ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണ ഗുരും ധ്യായേത് സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിന്റെ ശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഗുരുവിനെ നാം ആരാധിക്കുന്നു. അവിടുന്ന് ആരാധ്യനാണ്. പണ്ഡിതന്മാരെല്ലാവരും ഇത് ഏകകണ്ഠമായി സമ്മതിക്കുന്നുണ്ട്. ആരാധിക്കുന്നവർക്ക് തങ്ങൾ എന്തുകൊണ്ട് ഗുരുവിനെ ആരാധിക്കുന്നു എന്നൊരു ചോദ്യമുണ്ടായാൽ അതിന് ഉണ്ടാകുന്ന പ്രതികരണം വ്യത്യസ്തമായിരിക്കും. പലപ്പോഴും അത് വിചിത്രമായി തീരാനും ഇടയുണ്ട്. തന്നെ ആരാധിക്കുവാൻ ഗുരു ഒരിടത്തും കൽപ്പിച്ചിട്ടില്ല എന്നൊരു വാദം ദുർബലമായിട്ടാണെങ്കിലും പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വാദമുഖങ്ങൾ കാണുമ്പോൾ ദുഃഖിക്കുകയോ പ്രകോപിതരാവുകയോ ഉണ്ടാകാറുണ്ട് പല ഭക്തജനങ്ങളും. വിശ്വാസദാർഢ്യത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിതാവ് പുരുഷനാണെന്ന് എടുത്തു പറയേണ്ടതില്ല. പക്ഷെ പിതാവ് പുരുഷനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഒരു തമാശയായി മാത്രം എടുത്താൽ മതി. അതുപോലെ ഒരു വിശ്വാസദാർഢ്യം ആരാധ്യനായ ഗുരുവിൻ്റെ കാര്യത്തിൽ നമുക്കേവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്തെല്ലാമാണ് ഗുരുവിനെ ആരാധ്യനാക്കിയത്? ആ ഘടകങ്ങളെ എണ്ണി പറയുവാനല്ല ഇപ്പോഴുദ്ദേശിക്കുന്നത്. അവിടുന്ന് അവിടുത്തെ കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിച്ച ഘട്ടത്തിൽ തന്നെ, ഒരുപക്ഷെ അതിനും വളരെ മുമ്പ് തന്നെ അവിടുന്ന് ആരാധ്യനായി തീർന്നിരുന്നു. ഇത് ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചിട്ടുമുണ്ട്. ചിലർക്കാണെങ്കിൽ കാലങ്ങൾ കൊണ്ട് ആണ് അവിടുത്തെ ആരാധ്യനായി സ്വീകരിക്കുകയുണ്ടായി. അവർക്ക് ബോധ്യപ്പെടുവാൻ
പല നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അനുഭവങ്ങളുമൊക്കെ വേണ്ടി വന്നു. എന്തായാലും അവിടുന്ന് പൊതുവെ മാനിക്കപ്പെടുന്നു. സമഗ്രമായി അവിടുത്തെ ജീവിതത്തെ കണ്ട് പല തലത്തിലുള്ള അവിടുത്തെ സവിശേഷതകൾ മനസ്സിലാക്കി സന്തുലിതമായി അവിടുത്തെ ഉൾക്കൊള്ളുവാൻ മിക്കപ്പോഴും എല്ലാവർക്കും കഴിയാറില്ല. അതുകൊണ്ടാണ് ഗുരു ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ആനയെ കണ്ട അന്ധന്മാരെ പോലെ. അവർ പറയുന്നതിൽ സത്യാംശമുണ്ട്, പക്ഷേ ആ സത്യത്തിന് പൂർണ്ണതയില്ല. ഇപ്പൊ ഇവിടെ ഗുരുവിനെ സാഗൂതം നിരീക്ഷിച്ച് പോവുക. അവിടുന്ന് എന്നു മുതൽ, എപ്പോൾ മുതൽ ആരാധ്യനായി തുടങ്ങി? പൊതുവെ അവിടുത്തെ ജീവിതം പല സന്ദർഭങ്ങളും അജ്ഞാതമായതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ നമുക്കൊരു നിശ്ചയം എടുക്കാൻ സാധിക്കുന്നതല്ല. എന്നിരുന്നാലും നാം ഒന്ന് നോക്കുക. പൊതുവെ കരുതപ്പെടുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയോടെയാണ് അവിടുത്തെ ലോകസംഗ്രഹം, ലോകസമുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എന്ന്. അതോടെയാണ് അവിടുന്ന് ഗുരുവായി വാഴ്ത്തപ്പെടുന്നത് എന്നാണ്. സാങ്കേതികമായി ചില കാര്യങ്ങൾ അതിൽ ഉണ്ടാവും. എന്നിരുന്നാലും അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുന്ന് അവിടുത്തെ കർമ്മപരിപാടികൾ നിശബ്ദം നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് വിദ്യാപ്രചരണം നടത്തിയിരുന്നു, ആത്മീയ ഉപദേശങ്ങൾ നൽകിയിരുന്നു, തിളച്ചു തൂവിക്കൊണ്ടിരുന്ന ഒരു കലം അടുപ്പത്ത് നിന്ന് വാങ്ങിവെച്ചത് അവിടുത്തെ ഈ മഹാകർമ്മത്തിനൊക്കെ എത്രയോ മുമ്പായിരുന്നു. നോക്കൂ, പരോപകാര തൽപരത, അവിടുത്തെ ദീനാവന പരായണത്വം, ഇതിനെല്ലാം എത്രയോ ദൃഷ്ടാന്തങ്ങൾ മുമ്പിനാലെ നാം കണ്ടുപോയിരിക്കുന്നു. അവിടുന്ന് മരുത്താമലയിലും അരുവിപ്പുറത്തുമൊക്കെ വസിച്ച കാലത്ത് ഗുരു മൊഴിഞ്ഞതായി അത് ശ്രവിച്ചവർ പിന്നീട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അവിടുന്ന് ആ മലയിൽ രുചിച്ചു നോക്കാത്ത ഇലകളില്ലായിരുന്നു, ഫലങ്ങളില്ലായിരുന്നു എന്നാണ്. എല്ലാം ഔഷധികളായിരിക്കണമെന്നില്ല. ചിലതൊക്കെ ഔഷധങ്ങളാണെങ്കിലും മാത്ര തെറ്റിയാൽ വിഷമായിരിക്കും. അങ്ങനെ വിഷക്കനികൾ മുതൽ അവിടുന്ന് രുചിച്ചിട്ടുണ്ട്, ഭക്ഷിച്ചിട്ടുണ്ട്. അതൊന്നും അവിടുത്തെ ബാധിക്കുകയേ ഉണ്ടായിട്ടില്ല. നമ്മൾ മുമ്പൊരിക്കൽ കണ്ടതാണ്, അവിടുത്തെ അവധൂത കാലത്ത്
ഉള്ളിൽ ഉറച്ച ഉന്നമുണ്ടെങ്കിലും ബാഹ്യമായി നോക്കുമ്പോൾ അലസ ഗമനം നടത്തിയ അവധൂതകാലം. നോക്കിയാൽ അലക്ഷ്യമായ ഒരു സഞ്ചാരമാണെന്ന് തോന്നും. പോകുന്ന വഴിക്ക് എവിടേക്കെങ്കിലും കയറി ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് കൊടുക്കുന്നു. ശുദ്ധ അശുദ്ധം ഒന്നും അവിടെ ബാധകമല്ല. കിട്ടുന്നത് ഭക്ഷിക്കുന്നു. അവിടുന്ന് വീണ്ടും സഞ്ചാരം തുടരുന്നു. ഒന്നുമില്ലാത്ത, ആരെയും കാണാത്ത ഒരവസ്ഥയിൽ കാടിത്തൊട്ടിയിൽ നിന്ന് വാരിപ്പിഴിഞ്ഞ വറ്റ ഭക്ഷിച്ച് വിശപ്പടക്കി എന്നത് അവിടുന്ന് തന്നെ ശിഷ്യരോട് ഒരിക്കൽ വെളിപ്പെടുത്തിയതാണ്. കുമാരനാശാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ അവധൂതകാലത്ത് പല പല പരീക്ഷണങ്ങളെയും അവിടത്തേക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നാണ്. കടുത്ത വിഷഭക്ഷണങ്ങൾ പോലും അവിടത്തേക്ക് ചിലർ നൽകുകയും അത് അവിടുന്ന് ഭക്ഷിക്കുകയും സാധാരണ ഭക്ഷണം പോലെ തന്നെ അത് അനുഭവപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഇന്നുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അപകടപ്പെടുത്തുവാനായിരിക്കില്ല അന്ന് ചെയ്തത്. കൂടുതൽ ആളുകൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ആത്മീയതയുടെ വഴികളിലെ ഈ വക ഘട്ടങ്ങളെപ്പറ്റി നിശ്ചയമുണ്ടായിരുന്നവർ ഈ അവധൂതൻ എത്രത്തോളം വളർന്നു എന്ന് പരീക്ഷിച്ചതാവാം. ഇനി വളർന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുവാൻ നൽകിയതാവാം ആ വിഷ പദാർത്ഥങ്ങൾ. ഇപ്പം നോക്കണം, അമൃതിനെയും കാളകൂടത്തെയും ഒരുപോലെ സ്വീകരിക്കുക. രണ്ടും അമൃത സമാനമായി ആ ശരീരത്തിൽ പ്രവർത്തിക്കുക. ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരുന്നു. ഇതിനൊക്കെ സാക്ഷികളുണ്ടായിരുന്നു. ഇതൊക്കെ ചർച്ചയായിരുന്നു. ഇത് കർണാകർണികയ ദേശമാകെ പടർന്നുകൊണ്ടിരുന്നു. അപ്പൊ അവിടുത്തെ അവതാര കൃത്യനിർവഹണത്തിന് മുമ്പുള്ള തപശ്ചര്യാകാലത്തും അവധൂത സഞ്ചാരകാലത്തും അവിടുത്തെ മഹത്വം ഇതുപോലെ ലോകത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടാണിരുന്നത്. ബോധ്യപ്പെടുമാറ് വെളിവാകുന്നതിന് പല പല നിമിത്തങ്ങളും ഉണ്ടായിക്കൊണ്ടാണ് അത്രേ ഇരുന്നത്. അജ്ഞാതമായ പല പല കാര്യങ്ങളും കാണാം. അതവിടെ നിൽക്കട്ടെ. കുമാരനാശാൻ പോലും കേട്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളെ വിശദമാക്കിയില്ല. അതിനുള്ള സന്ദർഭമല്ലായിരുന്നു അതൊന്നും. ആയുസ് അനുവദിച്ചിരുന്നു എങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമായിരുന്നു. ഏറെ മറയ്ക്ക് പിന്നിൽ മറയപ്പെട്ടെങ്കിലും വെളിപ്പെട്ട കാര്യങ്ങൾ തന്നെ ആ മഹത്വം കണ്ണുള്ളവർക്ക് തിരിച്ചറിയുവാൻ, കാതുള്ളവർക്ക് തിരിച്ചറിയുവാൻ തികച്ചും പര്യാപ്തമായിരുന്നു.
ഇങ്ങനെയുള്ള മഹാത്ഭുതങ്ങൾ, മനുഷ്യ സാധാരണമെന്ന് കരുതാൻ കഴിയാത്ത അത്യത്ഭുത സംഭവങ്ങൾ ജനങ്ങളെ ആകർഷിക്കാതിരിക്കുമോ എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അവിടുന്ന് അവധൂത കാലത്ത് മുടിയെല്ലാം പാറിപ്പറന്ന് കിടക്കുകയായിരിക്കാം, വസ്ത്രങ്ങൾ മുഷിഞ്ഞ് അലസമായിരിക്കാം. ബാഹ്യമായ ഇതൊക്കെ അവിടുത്തെ ആന്തര ചേതനയെ മറയ്ക്കുന്നതായിരുന്നില്ല. കണ്ണുള്ള പലരും അത് കണ്ടിരുന്നു. അത് കാണാൻ കഴിയാത്ത ആളുകൾ കണ്ണി കണ്ടവരെല്ലാം പഴിച്ചു, കൂക്കി വിളിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അവിടുത്തെ തീണ്ടിയിരുന്നില്ല. ഈ ബാഹ്യപ്രകൃതി കണ്ട് ഒരു വശത്തോടെ ഇങ്ങനെ അപഹസിക്കൽ നടക്കുമ്പോൾ, ചിലയിടങ്ങളിലൊക്കെ ഈശ്വരതുല്യം അവിടുത്തെ വരവേറ്റതായും നമുക്ക് കാണാം. ഇങ്ങനെയൊരു സഞ്ചാരവേളയിൽ അവിടുന്ന് ശുചീന്ദ്രത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ, അവിടുത്തെ ശുചീന്ദ്രത്തെ ക്ഷേത്രവിശേഷമായിരുന്നു. ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപം പോക്കി ശുദ്ധീകരിക്കപ്പെട്ട പുണ്യസ്ഥാനം. അതിനെ അനുസ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിശേഷമാണ്. ആ സന്ദർഭത്തിലാണ് അവിടുന്ന് ആ സ്ഥലത്തെത്തപ്പെടുന്നത്. അവിടുത്തെ അധികാരികൾ ഇത് മാനിക്കപ്പെടേണ്ട ആളാണെന്ന് തോന്നി. അവർക്കത് ബോധ്യപ്പെട്ടു. ഈശ്വരനോടെന്ന പോലെ അവർ ഉപചാരങ്ങൾ അർപ്പിച്ചു, പൂജകൾ അർപ്പിച്ചു. ഒരു ഈശ്വരാരാധന ചെയ്യുന്നത് പോലെ തന്നെ അവിടുത്തെ ഉപചരിച്ചാചരിച്ചു എന്ന് പറയുമ്പോൾ ഒന്നോർത്തു നോക്കൂ. ആ മഹത്വം തിരിച്ചറിഞ്ഞവരുണ്ടായിരുന്നു. ഒരുപക്ഷേ സങ്കല്പത്തിൽ അവർ കണ്ടിരുന്ന ഈശ്വരനെ പ്രത്യക്ഷത്തിൽ കാണുകയായിരുന്നു ഗുരുവിലൂടെ. ഇത് സാക്ഷാൽ ഈശ്വരൻ തങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഈ രൂപത്തിൽ വന്നതാണ് എന്ന് അവർ കരുതിയതിൽ തെറ്റുപറയാനായി ആവില്ല. ഇവിടെ ഒരു കാര്യം ഓർക്കണം. വർഗസ്നേഹം വെച്ചോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള മമത വെച്ചോ ആയിരിക്കുമോ ആ തമിഴ്നാട്ടുകാരായ സാധുക്കൾ, ഭക്തജനങ്ങൾ, ക്ഷേത്രകർത്താക്കൾ അസാധാരണമായ ഇങ്ങനെയൊരു നടപടിക്ക് ഒരുങ്ങിയത്? അന്ന് ഈ വെളിച്ചമൊന്നും അധികം പരക്കാത്ത കാലഘട്ടമായിരുന്നു. അന്നങ്ങനെ സംഭവിച്ചു പോയി എന്നാണ് ഇനി സമാധാനമെങ്കിൽ, അതിനും ഏതാണ്ട് 2-3 പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ 1916 ഏതാണ്ട് അവിടുത്തെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവിടുന്ന് പഴനിയിൽ എഴുന്നള്ളിയപ്പോൾ അവിടെ എങ്ങനെ അവിടുന്ന് സ്വീകരിക്കപ്പെട്ടു എന്നത് ചരിത്ര പുസ്തകങ്ങളിൽ വിശദമായിട്ടുണ്ട്. നമ്മളതൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ അതിലേക്ക് കിടക്കുന്നില്ല.
ഇത് ചെയ്തവരൊക്കെ ശാസ്ത്രബോധമില്ലാത്തവരായിരുന്നു. അവർ അന്ധവിശ്വാസികളായിരുന്നു. തീർത്തങ്ങനെ പറഞ്ഞുകൂടാ. വിദ്വാനേവ വിജാനാതി എന്നാണ്. വിദ്വാനെ മനസ്സിലാക്കുവാൻ ആ വിദ്വാനോളം തന്നെ വളരേണ്ടിയിരിക്കുന്നു. ഇനി അത്രത്തോളം വളർന്നില്ല എങ്കിലും അതിനെ മാനിക്കേണ്ടതാണ് എന്നൊരു ബോധ്യം അവർക്കുണ്ടാകും. ആരാധനയിലൂടെ അല്ലാതെ അവരെങ്ങനെയാണ് ഇത് പ്രകടമാക്കുക? അങ്ങനെ പലയിടങ്ങളിലും ഈശ്വരനോടെന്ന പോലെ ജനങ്ങൾ അവിടുത്തെ കണ്ടിരുന്നു, ആരാധിച്ചിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് മറ്റാരുമല്ല, കുമാരനാശാൻ തന്നെയാണ്. ഓർക്കൂ സഹോദരങ്ങളെ, പലപ്പോഴും മഹത്വം ഒരാളിൽ ആരോപിക്കുന്നു. അതിനുവേണ്ടി പല പല ഉപായങ്ങളും അവരെടുക്കുന്നു. പല പല സാക്ഷ്യങ്ങളും അതിന് ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ളതിന് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ ഭാരതത്തിൽ അക്കാലത്തുണ്ടായിരുന്നു. ഒരിക്കൽ കബളിപ്പിക്കപ്പെട്ട ഒരു ഭക്ത സമൂഹം തങ്ങൾ കുറെ കാലം ദൈവമായി ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോയ ആൾ ദൈവത്തെ കല്ലെറിഞ്ഞ് കൊന്ന സംഭവമുണ്ടായി. അത്യാവശ്യം ഈ വർത്തമാനങ്ങളൊക്കെ അപ്പപ്പോഴല്ലെങ്കിലും ദിവസങ്ങൾ കഴിയുമ്പോൾ ഏത് മുക്കിലും മൂലയിലുമൊക്കെ എത്തുവാനുള്ള സാഹചര്യമൊക്കെ ഇണങ്ങിത്തുടങ്ങിയ കാലമാണ്. ഇത് വെച്ചുകൊണ്ട് ഈഴവർ ഗുരുവിനെ ഇതുപോലെ പുകഴ്ത്തുന്നതും ആരാധിക്കുന്നതും ആ സംഭവം കൂടെ ഓർമ്മയിൽ വെച്ചുകൊണ്ടായിരിക്കണമെന്ന് ഒരു സവർണ പത്രം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചതാണ്. ഗുരു ഒരു വശത്തോടെ ആരാധിക്കപ്പെടുമ്പോൾ അതിനെ അപലപിക്കുന്ന പലതും പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഇതൊരു പക്ഷേ ഗുരുവിനെ നെഞ്ചിലേറ്റിയ ജനതയെ അല്പം ദുഃഖിപ്പിക്കും, അതിലേറെ പ്രകോപിതരാക്കും. സ്വാഭാവികമാണ്. പണ്ഡിതരായിട്ടുള്ളവർ ഇങ്ങനെയുള്ള വാദമുഖങ്ങളെ ഖണ്ഡിച്ചത് ശാസ്ത്ര വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഗുരുവിനെ പിൻപറ്റുന്നവർ അഥവാ അവരെ നയിക്കുന്നവർ തികച്ചും ശാസ്ത്രബോധമുള്ളവരാണെന്നും ആത്മീയ വഴികളിൽ മുൻപരിചയമില്ലാത്ത ഈ കൂട്ടർ തങ്ങളോട് കിടപിടിക്കുക മാത്രമല്ല തങ്ങളെ അതിവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ടെന്നും പുറം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഇതെല്ലാം ഒരു നിമിത്തമായിരുന്നു. ഇത് ആരോഗ്യകരമായ ഒരു പ്രവണതയാണ്. വിമർശിക്കുന്നവരെ അതേ നാണയത്തിൽ വിമർശിക്കുവാനല്ല കുമാരനാശാനെ പോലുള്ളവർ ശ്രമിച്ചത്. അവർ എത്ര പരുഷമായും അപലീനീയമായും പറഞ്ഞാൽ പോലും അതിനെ വളരെ സൗമ്യതയോടെ അവരെ തിരുത്തുന്നു. ഗുരുവിൻ്റെ ഒരു മനസ്ഥിതിയുണ്ട്. അറിവില്ലാത്തവരോട് കാട്ടുന്ന ആ അനുകമ്പ.
അതിൻ്റെ ഒരു ലാഞ്ചന ഗുരുവിൻ്റെ അനുചരന്മാർക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെയെല്ലാം ഗുരു മഹത്വപ്പെടുകയാണ് ചെയ്തത്. അരം വന്നുരസുമ്പോൾ അത് തൽക്കാലം കത്തിയെ അലോസരപ്പെടുത്തുന്നതായി നമുക്ക് തോന്നിയാലും അതിൻ്റെ തിളക്കവും അതിൻ്റെ മൂർച്ചയും കൂടിക്കൂടി വരുന്നത് പോലെ എവിടെയാണോ ഗുരുവിൻ്റെ ഗുരുത്വം സംശയപ്പെട്ടത്, എപ്പോഴൊക്കെയാണോ ഗുരുവിനെ ഇകഴ്ത്തിയത്, ആ സന്ദർഭങ്ങളെല്ലാം യഥാർത്ഥ ഗുരുത്വം എന്തെന്നും ഗുരുത്വത്തിൻ്റെ ആ സാഫല്യത എന്തെന്നും ഗുരുവിനെ തന്നെ ദൃഷ്ടാന്തമാക്കി അവതരിപ്പിക്കുവാൻ സ്വശിഷ്യന്മാർക്ക് കിട്ടിയ സുവർണാവസരങ്ങളായിരുന്നു. ഒരുപക്ഷെ ഇതിലൊന്നും പെടാത്തവർ എത്രയോ ആയിരങ്ങൾ ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ഗുരു ആരാധ്യനായി തീർന്നത് ഇതുപോലൊക്കെ നടന്ന സംഭവങ്ങളിലു കൂടിയാണ് എന്നും ഓർക്കേണ്ടതാണ്. ഒന്നോർത്തു നോക്കൂ. മരുത്വാമല, അവിടെ ആ കാലഗണനയൊക്കെ നമ്മളങ്ങ് വിടുക. അവിടെയാണെങ്കിൽ ആ പരിസരത്തെങ്ങും ജനപദമില്ല, അങ്ങനെ ഒരു ഗ്രാമമൊന്നുമല്ല. സഹ്യനിങ്ങനെ പാറക്കെട്ടുകൾ നിറഞ്ഞ് നെടുനീളത്തിലിങ്ങനെ വിരാജിക്കുന്നു. താപസന്മാർക്ക് സ്വസ്ഥമായി വന്നിരിക്കാവുന്ന സ്ഥലം. വന്യജന്തുക്കൾ ഇല്ലാതില്ല. അപ്പോൾ അവിടെ മൃഗയാ വിനോദങ്ങൾ ദുഷ്കരമായതുകൊണ്ട് അങ്ങനെയുള്ള ശല്യവുമില്ല. ഇത് അരുവിപ്പുറം പോലുള്ള സ്ഥലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവിടം വ്യത്യസ്തമാണ്. ചുറ്റുവട്ടമൊക്കെ ഗ്രാമങ്ങളാണ്, ജനവാസമുണ്ട്. ഗ്രാമാന്തര സഞ്ചാരം ഈ പ്രദേശത്തിൻ്റെ പാർശ്വത്തിലൂടെ മാത്രമേ സാധിക്കൂ. അവിടമാണെങ്കിൽ വനപ്രദേശമാണ്, ക്രൂര മൃഗങ്ങൾ ധാരാളമുണ്ട്, ക്രൂര സർപ്പങ്ങളുണ്ട് എന്ന് മാത്രമല്ല, അനാഥ പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ അനാഥ ശവങ്ങൾ പലപ്പോഴും ആളുകൾ കണ്ട് ഭയചകിതരായിട്ടുണ്ട്. അരിങ്കൊലകൾ, അത് കൊള്ളക്കാർ ചെയ്യുന്നതാവാം, നാടുവാഴികൾ തങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിച്ച് കൊണ്ട തള്ളുന്നതാവാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു. ചെറുമൃഗങ്ങളും അവിടെ ധാരാളമായിരുന്നതുകൊണ്ട് മൃഗയാ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്കും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ഇത്. അരുവിപ്പുറത്തിൻ്റെ സ്ഥിതി. എന്നാൽ മരുത്വാമല താരതമ്യേന ശാന്തമാണ്. ഇക്കാര്യം പരിഗണിക്കുമ്പോൾ ശാന്തമാണ്. എത്രയോ തപസ്വികൾ, അത് എല്ലാവരും സംശുദ്ധ താപസന്മാർ ആകണമെന്ന് നിർബന്ധമില്ല. അതിനകത്തും മറ്റെവിടെയും ഉള്ളതുപോലെ കള്ളനാണയങ്ങൾ കണ്ടേക്കാം. അങ്ങനെയുള്ള ചില കള്ളനാണയങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ വെച്ചുകൊണ്ട് സത്തുക്കളെയും ദുഷ്ടന്മാരായി കാണുന്ന പ്രവണത സമൂഹത്തിനുണ്ടാവുക സ്വാഭാവികമാണ്.
അതുകൊണ്ട് സംശയത്തോടെ മാത്രമേ ഈ കാവ്യവേഷം അല്ലെങ്കിൽ ഈ സാധുക്കളുടെ സാന്നിധ്യം എല്ലാവരും ഗണിക്കാനിടയുള്ളൂ. ഇങ്ങനെ ഒളിഞ്ഞും മറഞ്ഞും ധാരാളം ആളുകൾ ആത്മീയ സാധനകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതാ ഒരു യോഗി അവിടെ ശ്രദ്ധിക്കപ്പെടുന്നു. ഒരാൾ ആളെയും കൂട്ടി ആയുധങ്ങളുമായി വഴി തെളിച്ച് ആ ഗുഹയിൽ എത്തപ്പെടുന്നു. അവിടെ എത്തുമ്പോൾ കാണുന്നത് പരസ്പരം ശത്രുതയിൽ ജന്മനാ ഉള്ള വാസനകളിൽ കഴിയേണ്ട ജന്തുക്കൾ മൈത്രി ഭാവത്തിൽ കഴിഞ്ഞുകൂടുന്നു. ഗുരുവിൻ്റെ ആ സാന്നിധ്യം അവരെ മിത്രഭാവത്തിൽ എത്തിച്ചിരിക്കുന്നു. ഗുരുവിനെ ഒരു ജന്തുക്കളും ഉപദ്രവിക്കുന്നില്ല. കണ്ണുള്ളവർക്ക് കാണാൻ ഇത് മതി. അസാധാരണനായ ഒരാൾ, മറ്റേത് പലരും ഉണ്ടെങ്കിലും സാങ്കേതികമായി ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിലും സുരക്ഷിതമായ ഇടങ്ങളിലാണ് അവർ ഇരിക്കുന്നത്. അടുത്ത ആളുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് അവരെ നയിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് ഇതുപോലൊരു സ്ഥലത്ത് ചെന്നിരിക്കുന്നു. ആ ദേഹം തന്നെ എത്ര കാന്തി ചിന്തുന്നതാണ്. ഉള്ളിലെ ആത്മീയ ശോഭ അതെത്രത്തോളം തെളിഞ്ഞതാണ്, പൂർണ്ണമാണ് എന്ന് ആ മുഖകാന്തിയും ആ നയനത്തിലെ ദീപ്തി വിളിച്ചോതുന്നതാണ്. അവിടെ ഇതാ ആ മനുഷ്യ സാന്നിധ്യം അറിഞ്ഞ് ഉറങ്ങിക്കിടന്ന പുലി തലയുയർത്തുന്നു. പക്ഷേ അസാധാരണമായി ഒന്നുമില്ല എന്ന ഭാവത്തിൽ ആ പുലി അവിടെ തന്നെ വീണ്ടും തല ചായ്ക്കുന്നു. ഈ മനുഷ്യർ ഇത് കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ഗുരു എന്തോ ഒരു ചലനം ചെയ്തപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ജന്തുക്കൾ അവിടുന്ന് സാവകാശം നിഷ്ക്രമിക്കുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് താഴ്വാരത്ത് സമീപത്തുള്ള ജനപദങ്ങളിൽ ചർച്ചയാകാതിരിക്കുമോ? ആളുകൾ തേടിച്ചെല്ലാതിരിക്കുമോ? അങ്ങനെ തേടിച്ചെല്ലുന്നവർ എങ്ങനെയുള്ളവരായിരിക്കും? സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക്, അവർക്ക് ആധ്യാത്മിക തത്വങ്ങളൊന്നുമല്ല വേണ്ടത്. കഷ്ടം ദീനം പിടിച്ചും മതിരയത് കുടിച്ചും കിടക്കുന്ന ലോകർക്ക് അവർക്ക് സമാശ്വാസമാണ് വേണ്ടത്, അനുഗ്രഹങ്ങളാണ് വേണ്ടത്. അങ്ങനെ രോഗദുരിതാദികളിൽ വീർപ്പുമുട്ടുന്ന പലരും എവിടെയാണൊരാശ്രയം? ആശ്രയിച്ചടം പലതും കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. ദുരിതമേറി വരുന്നതല്ലാതെ അത് കുറയുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് പുതിയൊരു പ്രതീക്ഷ കൈവരികയാണ്. അങ്ങനെയുള്ളവരൊക്കെ ദുഷ്കരമായ ഈ മല താണ്ടി അവിടുത്തെ കാണാനെത്തുന്നു. അവിടുന്ന് ദീനാവനപരായണനായി കഴിഞ്ഞിരുന്നു. സാധാരണഗതിയിൽ ഈ തപശ്ചര്യാകാലത്തൊക്കെ അവിടെ ക്ഷോഭമുണ്ടാകേണ്ടതാണ്. ഗുരുവിനങ്ങനല്ല. ആ ജന്മമുക്തനായിരുന്നു. പക്ഷേ
മനുഷ്യരൂപം പൂണ്ടതുകൊണ്ട് മനുഷ്യൻ അനുവർത്തിക്കേണ്ടതായ എല്ലാം തന്നെ അവിടുന്ന് പാലിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം അവിടുന്ന് മാതൃകയാണ്, മാതൃകാ പുരുഷനാണ്. അവിടുത്തേക്ക് കണ്ടിട്ടില്ലാത്ത ലോകത്തെ വിശേഷങ്ങൾ, കേട്ടിട്ടില്ലാത്ത ശാസ്ത്രങ്ങളിലെ വാക്യങ്ങൾ, ഇതെല്ലാം സന്ദർഭാനുസരണം അവിടുത്തെ മൊഴികളായി വരുമ്പോൾ പലരും അന്തിച്ചു പോകാറുണ്ട്. ഒരു മുസ്ലിം പണ്ഡിതൻ ഒരിക്കൽ പറഞ്ഞത്, സ്വാമിജി തീർച്ചയായും മക്കത്ത് പോയിട്ടുണ്ട്. അയാൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. മക്കത്ത് പോയിട്ടുണ്ട് എന്ന് തന്നെ അയാൾ ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണ്? മക്കത്ത് പോയിട്ടുള്ള ഒരാളേക്കാൾ നിശ്ചയമുണ്ട് ഗുരുവിന്റെ മക്കത്തെ പറ്റിയുള്ള വർണ്ണന. അത് നീണ്ട വർണ്ണനയൊന്നുമല്ല, ഒരു സൂചന അതിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇതാ ഖുർആൻ തങ്ങൾ പഠിച്ചിരിക്കുന്നു. ഗുരുവിനോട് സംവദിക്കുമ്പോൾ അവർ ഒന്ന് മനസ്സിലാക്കുന്നു, തങ്ങൾ കണ്ടതിന് എത്രയോ അപ്പുറത്തേക്ക് ഈ ഗുരു ഖുർആനെ ഉൾക്കൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള ജിജ്ഞാസുക്കൾ ഒന്നുമല്ല അങ്ങോട്ട് ചെല്ലുന്നത്. അവരുടെ ആ ദൈന്യഭാവം, അവരുടെ ആ വിതുമ്പൽ പറയാതെ തന്നെ അവരുടെ അവസ്ഥ ഗുരു മനസ്സിലാക്കുന്നു. കരുണാപൂർവമുള്ള ഒരു അനുഗ്രഹവാക്ക്, ഒരാശ്വാസവാക്ക് ആ മലയിൽ നിന്നും സംഭരിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു കനിയോ, അല്ലാതെ എന്ത് കാണും അവിടെ? ഇല്ലെങ്കിൽ ഒരു പച്ചിലയോ അവർക്ക് കൊടുക്കുന്നു. അവരത് വരപ്രസാദം പോലെ സ്വീകരിക്കുന്നു. രോഗികളുടെ രോഗമകലുന്നു. പല പല അഭിവൃദ്ധിയും അവർക്കുണ്ടാകുന്നു. ഇത് പിന്നെ അവിടെ മാകെ പടരുകയാണ് ഈ സുവിശേഷം. ആളുകൾ കൂട്ടമായി എത്തുന്നത് അവിടത്തേക്ക് ഒരു തരത്തിൽ അലോസരം ആയി തോന്നിട്ടുണ്ടാവാം. അങ്ങനെ ആ മല വിടുന്നു. അവിടെ ഈ കാണാൻ ചെല്ലുന്നവർ ഒരു ദൈവസന്നിധിയിലേക്ക് എങ്ങനെ പോകണം? ഒറ്റപ്പെട്ട ചിലരാണെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങളുമായി ചെന്നത്രേ. ഗുരുവിനെ നേദിക്കുകയായിരുന്നു എന്ന് പറയാം. ഊരറിയില്ല, പേരറിയില്ല. പക്ഷേ ആ ദർശനം തന്നെ അവർക്ക് ആശ്വാസമാണ്. അതുകൊണ്ട് അപ്പോൾ ആരും കീർത്തിച്ചില്ല. അതൊക്കെ പിന്നീട് സംഭവിക്കുന്നു. അവിടുന്ന് ഇതാ അവധൂത വൃത്തിയിൽ കുറേ കാലം ആ സഞ്ചാരത്തിനിടയിലാണ് പല പല ജനങ്ങളുമായിട്ടിടപഴകുന്നതും പലരുടെയും ഉപചാരങ്ങളും ആരാധനകളും സ്വീകരിക്കുന്നതും വിഷഭക്ഷണങ്ങൾ പോലും കഴിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതും. ആ ഒരു സഞ്ചാരം കഴിയുന്നു. നെയ്യാറിന്റെ വരവ് പോലെയാണ് ആ വരവ്. ഇതാ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ശാന്തമായി ഒഴുകി 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 പാറക്കെട്ടുകൾ നിറഞ്ഞ മുഴച്ച് ഉന്തിയുമൊക്കെ നിൽക്കുന്ന സ്ഥാനങ്ങളിലൂടെ തട്ടി പതഞ്ഞ് ചെതറി ഒഴുകി അല്പമൊരു ഭീകരാവസ്ഥ ഉളവാക്കുന്ന
ശങ്കരൻകുഴിയുടെ ആ പ്രദേശം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പൊതുവെ ശാന്തമായ ഒരവസ്ഥയിൽ നിന്ന് ഗുരു പിന്നെ വരുന്നത് അരുവിപ്പുറത്തേക്കാണ്. അതിനെക്കുറിച്ച് ഇനി എടുത്തു പറയേണ്ടതില്ല. ആരും ഭയത്തോടെ ഓർക്കുന്ന ഒരു സ്ഥാനം. ക്രൂര ജന്തുക്കളും അതുപോലെ തന്നെ അധമ മനുഷ്യരുടെ പല പല ക്രൂരതകളുടെയും കേളീരംഗവുമായിരുന്ന അരുവിപ്പുറം. അന്നത്തെ അന്ധവിശ്വാസം എത്ര രൂക്ഷമായിരിക്കും. അരുംകൊല ചെയ്യപ്പെട്ടവരുടെ ദുരാത്മാക്കൾ എത്ര ഉപദ്രവകാരികളായിരിക്കുമെന്ന് അന്നത്തെ ആളുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും ധരിച്ചിരിക്കുക. സംഘം കൂടിയല്ലാതെ അതിലെ ആളുകൾ സഞ്ചരിക്കുമായിരുന്നില്ലത്രേ. അവിടുന്ന് കടന്നു വരുന്നത് ഒരൊറ്റ മുണ്ടെടുത്ത് ഒരു കുറിയമുണ്ട് പുതച്ചുകൊണ്ട്, ഒന്നുമില്ല, നിരായുധനായി. എന്നാൽ ഏറ്റവും വലിയ ആയുധം അവിടുന്ന് തന്നെയാണ്. അഹിംസാവ്രതം. അതായിരുന്നു ഏറ്റവും വലിയ ആയുധം. അത് വിവേകമില്ല എന്ന് നമ്മൾ കരുതുന്ന മൃഗങ്ങൾക്ക് പോലും അനുഭവിച്ചറിയാൻ പറ്റി. ഗുരു തന്നെ അതിന് സമാധാനം പറയുന്നത്, നമുക്കവയോട് ഉപദ്രവ മനസ്ഥിതിയില്ല എങ്കിൽ അവ നമ്മെ ഉപദ്രവിക്കില്ല. എത്ര ലളിതമാണ്, പക്ഷേ പ്രയോഗതലത്തിൽ എത്ര കഠിനമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അതിനോടൊരു ഉപദ്രവ മനസ്ഥിതി ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പായിരിക്കും നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുന്നത്. ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കാൻ പ്രതിരോധം എന്ന നിലയിൽ അങ്ങനത്തെ ഭയമെങ്കിലും ഉണ്ടെങ്കിൽ ജന്തുക്കൾക്കത് തിരിച്ചറിയാം. ഗുരുവിനോട് മൈത്രി ഭാവത്തിൽ പെരുമാറി ജന്തുക്കൾ എന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ അതിലും വലിയൊരു അത്ഭുതവും കൂടി കാണുന്നു. അതെന്താണ്? ജന്മനാ വൈരം സഹജമായിരിക്കുന്ന ഈ പാമ്പും കീരിയും മറ്റും അവിടെ ഇതാ സോദര ബുദ്ധിയിൽ കഴിഞ്ഞുകൂടുന്നു. പ്രിയമുള്ളവരെ, അവിടുത്തെ ജനത ഇതൊക്കെയാണ് നേരിട്ടിനി കാണാൻ പോകുന്നത്. ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടാവാം. ഇന്ന അവസ്ഥയെ പ്രാപിച്ചവർക്ക് ഇന്നതൊക്കെ സാധിക്കും. ഇതെല്ലാം സങ്കല്പ ലോകത്തിൽ മാത്രം വിലയിച്ച് കിടക്കുകയാണ്. ഇത് പ്രായോഗികമാകുമെന്ന് ആർക്കും തന്നെ വിശ്വാസമില്ല. ഗുരുവാണെങ്കിൽ ഇങ്ങനെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്നും നിർമ്മിക്കുകയല്ല ചെയ്തത്. ശാസ്ത്രങ്ങളിൽ പറയുന്ന പലതും പ്രായോഗികമാക്കാമെന്ന് അവിടുന്ന് കാണിച്ചു. മറ്റതങ്ങനല്ല, നിഗമനങ്ങളിലെത്തുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു യോഗിയുടെ ലക്ഷണം. ഇങ്ങനെയുള്ള യോഗികൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കും. പ്രവചനമാണ്. എന്നാൽ ഗുരുവിൻ്റേത് പ്രവചനമല്ല, പ്രകടനമത്രേ. അതുകൊണ്ടാണ് ആ ജീവിതത്തെ നോക്കി ആദ്യ ശിഷ്യൻ പറഞ്ഞത്, ഇത് മഹനീയ ചരിത്രമാണ്. മഹനീയ ചരിത്രം. അത് കണ്ടാൽ, അതറിഞ്ഞാൽ, അനുഭവിക്കുന്നത് പോട്ടെ, കാണുന്നതും പോട്ടെ, അറിഞ്ഞാൽ തന്നെ ആദരവുണരാത്ത ഹൃദയം കല്ലല്ലേ?
ആശാൻ ചോദിക്കുന്നുണ്ട്, വമ്പിച്ച നിന്റെ മഹിമയും കൃപയും നിനച്ച് കുമ്പിട്ടിടാത്ത ശിലയും തലയും സമം താൻ. ഈ കൃപ, ഈ മഹിമ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ അത് തലയല്ല, ശിലയത്രേ. അവരുടേത് ശിലാഹൃദയമത്രേ. അപ്പോൾ ഇത് കണ്ട് അറിയുവാൻ സാധിച്ചവർ, അവർക്കിത് ബോധ്യപ്പെട്ടു. അസാധാരണത്വം അവിടുത്തെ ശരീരത്തിലുണ്ട്, വേഷത്തിലുണ്ട്, ഭാവത്തിലുണ്ട്, വചനത്തിലുണ്ട്. ഏതിലാണില്ലാത്തത്? അവിടുത്തെ കർമ്മങ്ങളോ നോക്കൂ. കർമ്മങ്ങളിലൂടെ കടന്നു പോന്നിട്ടുള്ളവർ എത്ര? അതിൽ ധർമ്മ സംസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളവരും എത്രയെത്ര? ധർമ്മത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായി എത്രയോ മഹാമനീഷികൾ പ്രസംഗിച്ചും പ്രവർത്തിച്ചുമൊക്കെ കടന്നുപോയിട്ടുള്ള മണ്ണാണിത്. പക്ഷേ ലോകത്തിൻ്റെ ഗതി എന്തായിരുന്നു? ലോകത്തിൻ്റെ ഗതി എന്തായിരുന്നു? അത് തെളിഞ്ഞില്ല. കാലമാണെങ്കിൽ സ്തംഭിച്ചു നിന്നു. മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ സ്തുതികളാൽ കോട്ട കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതിനുള്ളിൽ കാലം സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇതാ മനുഷ്യന്റെ രക്തം തണുത്തുറഞ്ഞിരിക്കുന്നു, മനസ്സും മരവിച്ചിരിക്കുന്നു, കണ്ണുകൾ അന്ധമായിരിക്കുന്നു. ഇതുപോലെ മരവിച്ച സമൂഹം, ആ സമൂഹത്തെ സംബന്ധിച്ച് ഇതാ നോക്കൂ, ഉദയസൂര്യൻ പ്രഭാതമഞ്ഞിനെ എന്നവണ്ണം ഒരുക്കുകയാണ്, നീക്കുകയാണ്. പ്രിയമുള്ളവരെ, സാധാരണ മനുഷ്യന് ഈ ജീവിതത്തിലെ രോഗദുരിതാദികളാണ് പ്രധാനം. അവരുടെ വിശപ്പാണ് പ്രധാനം. അവർക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും തൽക്കാലം പ്രസക്തമല്ല. എവിടെയാണ് ആശ്രയം? എവിടെയാണ് അഭയം? അഭയവും ആശ്രയവും എന്ന് എവിടം സങ്കല്പിക്കപ്പെട്ടിരുന്നോ അവിടെയാണ് സകല ഭയത്തിൻ്റെയും, അവിടെയാണ് സകല അവഗണനയുടെയും കേന്ദ്രമായി മാറിയത്. ഇവിടുണ്ട് തങ്ങൾക്കൊരാശ്രയം. ആ ആശ്രയം സ്വയം കണ്ടെത്തപ്പെടുകയായിരുന്നു ഗുരു. അവിടുന്ന് ഒരിക്കലും ആഹ്വാനം ചെയ്തില്ലല്ലോ, ഞാനാണ് വഴി, ഞാനാണ് നിന്റെ രക്ഷ. അങ്ങനെ അവിടുന്ന് ഒരിക്കലും ആഹ്വാനം ചെയ്തില്ല. ഈ വഴി മാത്രമേ നിങ്ങൾക്ക് മോക്ഷമുള്ളൂ, രക്ഷയുള്ളൂ എന്ന് അവിടുന്ന് അരുളിയില്ലല്ലോ. പക്ഷേ ആഹാ ബഹുലക്ഷം ജനം ഈ രക്ഷയും അഭയവും ഗുരുവിൽ കണ്ടെത്തുകയല്ലേ ചെയ്തത്. അതല്ലാതെ ഒരിക്കലും ഒരു വിളംബരം അതിൻ്റെ പിമ്പിലില്ല.
അധികാര കേന്ദ്രത്തിന്റെ ഒരു കൽപ്പനയില്ല. വെട്ടിപ്പിടിക്കാൻ ഒരു തേരോട്ടം നടത്തി കീഴടങ്ങാത്തവരെയെല്ലാം തലയെരിഞ്ഞ് തള്ളി ഭയപ്പെടുത്തി ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നതാണോ? ഒരിക്കലുമല്ല. സ്വയം ബോധ്യപ്പെടുകയായിരുന്നു. അവിടുന്ന് ആരാധിക്കപ്പെട്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവിടുന്ന് ആരാധ്യനായതുകൊണ്ട് തന്നെ. എങ്ങനെ അവിടുന്ന് ആരാധ്യനായി? ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കാണുന്നത്, ആ മഹത്വം കണ്ടറിഞ്ഞു, ഒരാൾ കണ്ടറിഞ്ഞു, പിന്നെ ഒരു കൂട്ടർ കണ്ടറിഞ്ഞു, ഒരു നാട് മൊത്തം കണ്ടറിഞ്ഞു, പലരും അതനുഭവിച്ചറിഞ്ഞു. സംശയലേശമന്യേ ഏവർക്കും അത് ബോധ്യമായി. ഇത് സ്വയം രൂപപ്പെട്ടു വന്നതാണ്. ഗുരുദേവ ആരാധന സ്വയം രൂപപ്പെട്ടു വന്നതാണ്. ഒരു സംഭവം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വിരമിക്കാം. അരുവിപ്പുറത്ത് പ്രതിഷ്ഠാകാലമൊന്നും ആയിട്ടില്ല. അതിനി 1-2 വർഷങ്ങൾ കൂടി കഴിയണം. അങ്ങനെയൊരു സന്ദർഭത്തിൽ കേട്ടറിഞ്ഞൊറ്റയ്ക്കും പെട്ടയ്ക്കും കൂട്ടായും ആളുകൾ അവിടേക്ക് വരുന്നു. അവിടെ വരുന്നവർക്ക് മനസ്സിലാകുന്നു, തങ്ങൾ മാത്രമല്ല അവിടെ വരുന്നത്. ദൂരങ്ങൾ താണ്ടി ദിവസങ്ങളെടുത്ത് അവിടെ വരുന്നത് ആരോഗ്യമുള്ളവർ മാത്രമല്ല, ഏറെയും പരാധീനരാണ്. അവിടെയാണെങ്കിൽ ഇതാ നിർമ്മല ജലത്തിന്റെ ആ പ്രവാഹമല്ലാതെ മറ്റൊന്നുമില്ല. ഗുരുവിനാണെങ്കിൽ ഒരു കരുതലുമില്ല. അവിടെ ഒരു പർണശാല പോലുമില്ല. ഇത് മനസ്സിലാക്കിയവർ പിന്നീട് വരുന്നത് എങ്ങനെയായിരിക്കും? അവരത്യാവശ്യം സാധന സാമഗ്രികളുമായിട്ടായിരിക്കും. പാത്രങ്ങൾ കാണും, അരിമുതലായ സംഭാരങ്ങൾ കാണും. അവരെവിടെയെങ്കിലും ഒരു മറയത്തിട്ട് അടുപ്പ് കൂട്ടുകയായി, അവിടെ ഭക്ഷണമൊരുക്കുകയായി. അതവർക്ക് കഴിച്ചിട്ട് പോകാനല്ല സഹോദരങ്ങളെ, ഗുരുവിന് കൊടുക്കുന്നു. ഗുരുവിന് കൊടുക്കുന്നത് പോലെ തന്നെ ഗുരുവിനെ കാണാനെത്തുന്നവർക്കും കൊടുക്കുന്നു. ഒരു വേള അവർക്ക് അനുഭവം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കൊണ്ടുചെന്നത് ഒരു ചുട്ട കിഴങ്ങായിരിക്കും, അല്ലെങ്കിൽ ഒരു പടലപ്പഴമായിരിക്കും. ഒരുപക്ഷെ നേരത്തോട് നേരെ ഒന്നും വായുവോ മാത്രം ഭക്ഷിച്ചിരുന്ന ആ ഗുരുവര്യൻ ചെയ്യുന്നതെന്താണ്? സമീപവർത്തികളായി തന്നെ ആരാധനയോടെ ഇമവെട്ടാതെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കയ്യിലേക്കെല്ലാം അതൊടിച്ചും നുറുക്കിയും ഇതാ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗം താനും ഭുജിക്കുന്നത്. അത് മേടിച്ചനുഭവിച്ചപ്പോൾ അത് മനസ്സിലായി, ഇത് ഗുരുരുച്ഛിഷ്ട ഭോജനം. ഇത് തങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധിക്ക് നിദാനമായിത്തീരുന്നു. പല പല ദുർവിചാരങ്ങളും തങ്ങളിൽ നിന്നൊഴിയുന്നു. ആലസ്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു. ശരീരത്തിനെയും മനസ്സിനെയും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പല രോഗങ്ങളും മാറുന്നു. ഇത് ഗുരുവിന് കൊടുത്താൽ
ഇത് ലോകത്തിന് തന്നെ കൊടുക്കുന്നത് പോലെയാണ്. ലോകത്തെ സേവിക്കുന്ന, ലോകത്തെ സമുദ്ധരിക്കുന്ന ഗുരുവിന് കൊടുത്താൽ ഇത് ലോകസേവ തന്നെയാണ്, ലോക സമുദ്ധാരണമാണ് എന്ന് തിരിച്ചറിയുന്നവരേറെ ഉണ്ടായിരുന്നു. അങ്ങനെ അധ്വാനത്തിന്റെ ഫലം ഇല്ലാത്തവർക്ക് അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ടുവരുന്നത് ഗുരുവിന് മുമ്പിൽ ഇതുപോലെ സമർപ്പിക്കുമ്പോൾ അതിലൂടെ ഭൂരി ഭൂരി വർദ്ധിച്ചു കിട്ടുന്ന അനുഭവമുണ്ടായാൽ അവർ പിന്നെ എങ്ങനെ ആരാധിക്കാതിരിക്കും? ഇല്ലെങ്കിൽ അന്ധമായിരിക്കണം ആ കണ്ണ്, ശിലയായിരിക്കണം ശിരസ്. ഇത്രയേ ഉള്ളൂ. അവിടുന്ന് ആരാധ്യനായി തീർന്നത് ജനങ്ങൾ അവിടുത്തെ ആരാധിച്ചത് ഈ രണ്ട് വശം. ആരാധനാപാത്രമാകുന്നതിന് എന്തെല്ലാം ഗുണങ്ങൾ അവിടുത്തേക്കുണ്ടാകണമായിരുന്നുവോ ആ ഗുണത്തികവ് അവിടുത്തേക്കുണ്ടായിരുന്നു. സമസ്ത സദ്ഗുണങ്ങൾക്കും സമഗ്ര നിലയൻ ധീമാൻ, കുമാരനാശാന്റെ വാക്കുകളാണ്. സമസ്ത സദ്ഗുണങ്ങൾക്കും സമഗ്ര നിലയൻ ധീമാൻ, അമർത്യ ഗുരുസമാനൻ അതിതേജസ്വി. ഒരുപക്ഷെ ആ സദ്ഗുണങ്ങളെ വിവേചിച്ചറിയുവാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അതിതേജസ്വിയാണല്ലോ. ഈ തേജസ് അസാധാരണമാണ് എങ്കിൽ ഒരുപക്ഷെ രാജ്യം അടക്കി ഭരിക്കുന്ന, ഒരുപക്ഷെ ത്രൈലോകാധിപത്യവും വഹിക്കുന്ന ആൾക്ക് പോലും, ഭൂലോക ചക്രവർത്തിക്ക് പോലും ഇല്ലാത്ത, അതെങ്ങനെയാണ് അവർക്ക് തേജസ് കാണുക? വെട്ടിപ്പിടിക്കും തോറും ആകുലത വർദ്ധിക്കുകയല്ലേ. ഇവിടെ ഇതാ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ചിത്തമാം വലിയ വൈരി കീഴമർന്ന് അത്തൽ തീർന്ന യമി തന്നെ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അത് ഫലത്തിൽ ഭഗവാൻ തന്നെ. അല്ലലില്ലാത്തവർക്ക്, വ്യാകുലതയില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ അല്ലലും വ്യാകുലതയും മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ഇത് പറയാതെ തന്നെ അറിയുവാൻ കഴിയുമായിരുന്നു ആശ്രയിക്കുന്നവർക്ക്. ആ സന്നിധി എങ്ങനെയുള്ളതായിരുന്നു? ആശാൻ അത് ഭംഗിയായി പറയുന്നു. ആ സന്നിധി കൊണ്ട് മഹാവനം മലർവാടിയായി മാറി, മുള്ളുകൾ മുകുളങ്ങളായി മാറി, ദുഷ്ടമൃഗങ്ങൾ ഗായകദേവരായി മാറി. മഹാവനം നിൻമലർവാടിയാക, മുള്ളൊക്കെയും നൽമുകുളങ്ങളാക, മഹേശ നിൻ സന്നിധി കൊണ്ട് ദുഷ്ടമൃഗങ്ങളും ഗായകദേവരാക. ദുഷ്ടമൃഗങ്ങളെ പോലും ഗായകരാക്കുന്ന ഗുരു. അവിടുന്ന് ആരാധ്യനായി തീർന്നതിൽ അത്ഭുതമില്ല. ഇതൊരു തത്വം. ഇനി ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്കാണ് നമ്മുടെ ചർച്ച തുടരേണ്ടത്. അത് നമുക്ക് പിന്നീടാവാം. എല്ലാവർക്കും ഗുരുകാരുണ്യം നേർന്നു. നന്ദി, നമസ്കാരം.